എത്ര പെട്ടെന്നല്ലേ സമയങ്ങളും കാലങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നത്. ഇന്ന് ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഈ തീ കത്തിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ. പണ്ട് ഞങ്ങൾ എങ്ങനെയായിരിക്കും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ ട്യൂഷന് നേരത്തെ എണീച്ച് പറഞ്ഞയച്ചിട്ടുണ്ടാവുകയെന്ന്. 7 മണിക്കാണ് കേട്ടോ ഞങ്ങൾക്ക് ബസ് ഉണ്ടാവുക. അപ്പോൾ ഈ 7 മണിക്ക് ഞങ്ങൾ ബസ്സിൻ്റെ അവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു 6 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ആ സമയമാകുമ്പോൾ ചോറ് കറി അതിലേക്കുള്ള എല്ലാ സംഭവങ്ങളും അമ്മ ഒരുക്കി ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുക 6 മണിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അമ്മ അത്ര നേരത്തെ നീച്ചിട്ടുണ്ടാവും. ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് എനിക്ക് ചില സമയത്ത് നീക്കുമ്പോൾ തോന്നും അയ്യോ ഇപ്പം തന്നെ നീക്കണോ, കുറച്ച് കഴിഞ്ഞിട്ട് നീച്ചാൽ മതിയോ എന്നൊക്കെയുള്ള ഒരു ഇതിങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അമ്മയെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിക്കട്ടെ എങ്ങനെയായിരിക്കും അതൊക്കെ അത്ര നേരത്തെ ഞങ്ങൾക്ക് റെഡിയാക്കി തന്നിട്ടുണ്ടാവുക. പിന്നെ വൈകുന്നേരം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ചില സമയത്ത് എനിക്ക് ഭയങ്കര മടിയായിരിക്കും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ തോന്നും. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ അവരോട് ഓരോരോ കഥകൾ പറയുമ്പോൾ അവർ പറയും ഇവിടുന്ന് നമുക്ക് ഈ വക കഥകളൊക്കെ കിട്ടണമെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും എനിക്ക് ഇത്ര വയസ്സായില്ലേ, അപ്പോൾ വയസ്സിൻ്റെ ഒരു അനുഭവങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ, സ്കൂൾ പഠിച്ച കാലത്തുള്ളതും അതൊക്കെ ഉണ്ടാവുമല്ലോ എന്നിങ്ങനെ അവരോട് ഇങ്ങനെ പറഞ്ഞേക്കുമ്പോൾ അവരോട് തർക്കിച്ച ജയിക്കില്ല കേട്ടോ നമ്മൾ. അവർ ഓരോരോ കഥകൾ എടുത്തിട്ട് ഇങ്ങനെ ഇടും. പിന്നെ നമ്മൾ തോറ്റു കൊടുക്കേ പാകുള്ളൂ കേട്ടോ മക്കളുടെ മുന്നിലൊക്കെ. പിന്നെ അത് ഞങ്ങൾ കുറച്ച് നേരത്തെ വാദപ്രതിവാദത്തിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ ജോലിക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.